കോൺഗ്രസിന്റെ പ്രതിനിധി കിടന്നിങ്ങനെ വട്ടം തിരിയല്ലേ. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പാർലമെന്റിൽ പറഞ്ഞ അമിത്ഷാജിയുടെ 30 സെക്കൻഡ് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് മാധ്യമങ്ങൾ, അത് അജണ്ടയുണ്ടാവും. മാധ്യമത്തിന് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്ന പോലെ അവനവന്റെ അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് നിരവധി മാധ്യമങ്ങൾക്ക് അജണ്ടയുള്ളത് കൊണ്ട് 30 സെക്കൻഡുകൾ കട്ട് ചെയ്തുകൊണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിന് അമിത്ഷാജിയുടെ എല്ലാ പ്രസംഗങ്ങളും ബഹുമാനായ മഞ്ജുഷ് ഭായ് അത് കേട്ടിട്ടുണ്ടാവും തന്നെ വിശ്വാസം. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് അംബേദ്കർജിയെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു പദപ്രയോഗം ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് 100% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മാധ്യമ പ്രവർത്തകർ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, വീണ് കിട്ടിയൊരവസരം. അതാണ് അതിന്റെ അകത്ത് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അംബേദ്കർജിയോടുള്ള സ്നേഹമോ ഒന്നുമല്ല. അവർക്ക് ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ച് പാർലമെന്റ് സ്തംഭിച്ച് അതിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കി യഥാവിധി മുന്നോട്ട് പോകുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തണം. അവിടെ ആരോഗ്യകരമായ ചർച്ച നടക്കുന്നത് തടസ്സപ്പെടുത്തണം. ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ അജണ്ട തന്നെ അതല്ലേ. അതിന്റെ പുറകിലല്ലേ US ബന്ധം നമ്മൾ ആരോപിക്കുന്നതും അതിനകത്ത് സാമ്പത്തിക സ്രോതസ് ആരോപിക്കുന്നതൊക്കെ. അംബേദ്കറെ കുറിച്ചുള്ള ഇവരുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ മഞ്ജുഷ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് വരണം. അത് 52 തുടങ്ങി, 54 തുടങ്ങി, ബോംബെയിൽ തോൽപ്പിച്ചത് തുടങ്ങി, അവിടെ നെഹ്റു നേരിട്ട് പ്രചരണം നടത്തി അംബേദ്കറെ തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ PC റോയ് എഴുതിയ കത്തിന് നെഹ്റു കൊടുത്ത മറുപടി ഓട്ടുന്ന 2012 NCERTയുടെ പുസ്തകത്തിൽ അംബേദ്കറിനെ അടിക്കുന്ന നെഹ്റുവിന്റെ പടമിട്ടവരില് അന്ന് കപിൽ സിബലല്ലേ പാർലമെന്റിൽ മറുപടി പറഞ്ഞത്. ഇവരുടെ വിദ്യാഭ്യാസ മന്ത്രി തെറ്റുപറ്റി പോയതാണ്, അത് മാറ്റപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. പാർലമെന്റ് പ്രസംഗത്തിന്റെ ലിങ്ക് മഞ്ജുഷ് ഭായ്ക്ക് ഞാൻ അയച്ചു തരാം. ആ ആളുകളാണ് ഇവർ. ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ ഹിന്ദു അവരത് അഡ്മിറ്റ് ചെയ്യുന്നുമുണ്ട് അല്ല, ഈ അംബേദ്കറിന്റെ കാര്യത്തിൽ അതിന് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ അത് കോൺഗ്രസ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 50കളിലെ കാര്യങ്ങൾ അവർ പറയുന്നുമുണ്ട്. അതേസമയത്ത് തന്നെ കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് അംബേദ്കറിനെ ക്ഷണിച്ചതും ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് BJPക്ക് അംബേദ്കറിനെ കുറിച്ച് പറയാൻ എന്താണ് കാര്യം എന്ന് മറുചോദ്യം ഉന്നയിക്കുന്നത്. അല്ല, മഞ്ജുഷ് ഭായ് തെറ്റാ. അതായത് അംബേദ്കർജിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയും അതൊന്നും നെഹ്റുവിന്റെ സംഭാവനയൊന്നുമല്ല. നെഹ്റുവിന് അത് നിർബന്ധിതമാക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് എടുക്കാതിരിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഈ ഹിന്ദു കോഡും അല്ല വിഷയം. അതിനുശേഷം നടത്തിയ പ്രസംഗം കൃത്യമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് പഠിച്ചാൽ പറയും. ഫോറിൻ പോളിസിയിൽ നെഹ്റു എടുക്കുന്ന വളരെ മോശകരമായ പ്രവൃത്തിയും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പെരുമാറ്റവും ബ്രാഹ്മണിസ സ്വഭാവം കാണിക്കുന്ന ശൈലിയിലും ഉണ്ട് എന്ന് കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞ വാക്കുകൾ. അദ്ദേഹത്തിന്റെ രാജിക്കത്തൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ചരിത്രത്തിലൊന്നും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. 100% നെഹ്റു പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് അംബേദ്കർ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ അംബേദ്കർജിയെ വിളിച്ച് ഇന്ന് സംവിധാൻ എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ. അത് ഇവരുടെ ഹിന്ദു വിശ്വാസ പ്രകാരം, ഞാനൊക്കെ ജ്യോത്സ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങളുടെ തലമുറ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തലമുറയ്ക്ക് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യാന്ന് പറയും. ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന അപക്വമായ നടപടികളോടെ മാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ആ വ്യക്തി ആ സംവിധാൻ നെഞ്ചോട് പിടിച്ച് നടക്കുന്നത് എന്ത് കാണുന്നു? വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തമാണ്. മുത്തശ്ശി ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭരണഘടന വെച്ച് തന്നെയാണോ ഇന്ത്യ മഹാരാജ്യത്തെ കരിനിയമം ഉണ്ടാക്കി, നിമിഷ ഉണ്ടാക്കി, ജനങ്ങളെ, പ്രതിപക്ഷ നേതാക്കന്മാരെ, പാർട്ടിക്കാരെ ഈ നാടിനെ നടുക്കി ഏറ്റവും വലിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ അടക്കം വായടപ്പിച്ച് ഈ നാടിനോട് ഏറ്റവും വലിയ കൊടും പാതവും ക്രൂരതയും 100% ചെയ്തിട്ടുള്ള ആ മുത്തശ്ശി ചെയ്ത തെറ്റിനാണ് ഈ കൊച്ചുമോൻ ഇപ്പോ പക്വതയില്ലെങ്കിലും അത് നെഞ്ചോട് പിടിച്ച് പ്രായശ്ചിത്തം പറഞ്ഞു കിടക്കുക. നമ്മൾ അവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഇന്നത്തെ രാഷ്ട്രീയം എന്തായിരുന്നു? ഇന്നത്തെ രാഷ്ട്രീയം നേരത്തെ നിരീക്ഷകൻ പറഞ്ഞ പോലെ വീണ് കിട്ടിയ അവസരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഇവർക്ക് ഒന്നുമില്ല, ഇവർക്ക് കൂട്ടായ്മയില്ലാതെ ഇവർ ഒരു അവസരം തപ്പി ആ അവസരോചിതമായിട്ടുള്ള നിലപാടുകൾ മാത്രം എടുത്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളെ കൊണ്ടുവരുന്നു. ഇന്ന് എന്തിനായിരുന്നു 2 MP-മാരെ രാഹുലിന്റെ നേതൃത്വത്തിൽ ഈ അക്രമം നടത്തിയത്? നാഗാലാൻഡിൽ നിന്ന് വന്നിട്ടുള്ള രാജ്യസഭയുടെ അംഗം, ഒരു വനിതാ അംഗത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ മോശകരമായിട്ട് പെരുമാറ്റം നടത്തിയത്? പരാതി കൊടുത്തിട്ടുണ്ടല്ലോ രാജ്യസഭാ അധ്യക്ഷനെ. അതുപോലെ തന്നെ ഡൽഹി പോലീസ് എന്തിനാണ് FIR ഇട്ടത്? എന്തടിസ്ഥാനത്തിലാണ്? എന്തായിരുന്നു രാഹുലിന്റെ ഈ നാടകത്തിന്റെ പുറകിലുണ്ടായിരുന്നത്? പറയുന്നുണ്ട്
അതിൽ രാഹുൽ ഈ 2 MP-മാരെ ആക്രമിച്ചു, അതിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നതിനോടൊപ്പം തന്നെ ഖർഗെയും പറയുന്നുണ്ട് അദ്ദേഹത്തെ BJP MP-മാരാണ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് എന്ന്. അദ്ദേഹത്തിന് നിലത്ത് ഇരിക്കേണ്ടി വന്നു. അതിൽ അക്കാര്യവും പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പറയുന്നു ഞാനങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അത് ഒരുതരം എന്താണ് പറയുന്നത്, അപക്വമായ സമീപനം 2 പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ല സാർ, മഞ്ജുഷ് ഇന്നലെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ആളല്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് നിരീക്ഷണം നടത്തി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാം ഖാർഗെ എപ്പോഴാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്? 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ബോധോദയിച്ചത്. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് താട്ടിപ്പ് കാണിക്കുന്ന പരിപാടിയിൽ ഇവർ നടത്തുന്നത്. പാർലമെന്റിനകത്ത് പാർലമെന്റ് മെമ്പർമാരോട് മോശകരമായി പെരുമാറുക. എന്നിട്ട് അദ്ദേഹം തന്നെ അത് കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ അത് ചെയ്തു എന്ന് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ കവാടത്തിനകത്ത് അങ്ങനെ ഉണ്ടായി എന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം തന്നെ പറയുന്ന അവസരം ഉണ്ടായല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, പക്വമായി പെരുമാറേണ്ട ഒരു വ്യക്തി അപക്വമായി പെരുമാറി അനാവശ്യമായ വിഷയം ഉണ്ടാക്കി പാർലമെന്റ് തടസ്സപ്പെടുത്തി പാർലമെന്റിലെ വനിതാ മെമ്പർമാരെ മോശകരമായി പെരുമാറി. അതുപോലെ തന്നെ പാർലമെന്റിൽ 69 വയസ്സായിട്ടുള്ള ഒഡീസയുടെ MP സാരംഗ്ജി, അതുപോലെ തന്നെ മുകേഷ് രാജ്പുത്ജി, ഇവരൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും അപകടങ്ങളിലേക്കും വലിച്ചെടുക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നാണം കെട്ട അപക്വമായ വൃത്തിഹീനമായ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമാണെന്ന്. ആ രാഷ്ട്രീയത്തിന് മുമ്പിലൊന്നും നിങ്ങൾ എന്തിനാണ് ഈ നാണം കെട്ടത്? നിങ്ങൾക്ക് അംബേദ്കർജിയോട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ പുച്ഛമല്ല തോന്നുന്നുണ്ട്? നിങ്ങൾ ഇത്ര കാലം ഭരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാരത് രത്ന എന്തിനാണ് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്? അദ്ദേഹത്തിന്റെ ഒരു പടം ആ സെൻട്രൽ ഹാളിൽ വെക്കാൻ നരേന്ദ്രമോദി വരേണ്ടി വന്നില്ല. US അദ്ദേഹം താമസിച്ച ആ സ്ഥലത്തെ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിനൊരു സ്മാരകം ഉണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അംബേദ്കർ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നാണയം വെറുക്കാനുള്ള പ്രവർത്തനത്തിന് നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നില്ലേ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഭാരത് രത്ന BJP അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ വന്നപ്പോഴല്ലേ അംബേദ്കർജിക്ക് കൊടുത്തത്? നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ ഇന്ന് ഭരണഘടനയെ മാറ്റി എഴുതുന്നു, തിരുത്തി എഴുതുന്നു. നിങ്ങൾ എന്തിനാണ് 10-70 ചില്ലറ തവണ അമെൻഡ് ചെയ്തത്? അപ്പൊ അതിന്റെ അകത്ത് കാലാനുസൃതമായ മാറ്റം വരണമെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം, നിങ്ങളുടെ ഈ സാം പിട്രോദ അറിയാലോ അദ്ദേഹം ആരാണെന്ന്. നെഹ്റു സമ്മാനിച്ചതാണ്, അംബേദ്കർ സമ്മാനിച്ചതല്ല എന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് 2022. നിങ്ങളുടെ ഉപദേശകനായി ഈ രാഹുൽ എന്ന് പറഞ്ഞ അപക്വമതിയായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ദുരിതം വിതയ്ക്കുകയും അപക്വമായി പെരുമാറുകയും പാർലമെന്റ് തടസ്സപ്പെടുത്തുകയും